ഇങ്ങോട്ടും വേണം. ഇൻഷാ അല്ലാ തുടങ്ങാന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ആദ്യമായിട്ട് വന്ന ഡൗട്ട്, കണ്ണേറ് ഖുർആനില് പരാമർശിച്ചിട്ടുണ്ടോ? കണ്ണേറ് ഖുർആനിൽ പരാമർശിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. കണ്ണേർ എന്താ? അല്ല, നിങ്ങൾ ഞാൻ കോഴിക്കോടാണ്. ചിലപ്പോ എന്റെ നാട്ടിൽ ഉദ്ദേശിക്കുന്ന കണ്ണേറായിരിക്കും ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതോടെ ഞാൻ ചോദിച്ചിട്ടുള്ളത്. കണ്ണേറ് പറഞ്ഞാൽ എന്താ? കണ്ടോ അങ്ങനത്തെ ഒരു സാധനം എന്താ? പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞോ. നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞ ഒന്നുകൂടി സുഖമായിരുന്നു കേട്ടോ. ഒരു വാഴ കൊലച്ച് നിൽക്കുന്ന ഒരാളെങ്ങനെ നോക്കിയിട്ട് വാ അടിപൊളി ഇതുപോലെ ഉപ്പാണ് അതിന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെന്താവും? പിന്നെന്താ സംഭവിക്ക? ആ വാഴ താഴോട്ട് വീണു അല്ലെ, അല്ലെങ്കിൽ അത് നശിച്ചു പോകും. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതാണ് ആൾക്കാർ വിശ്വസിക്കാറുള്ളത്. ശരിക്ക് കണ്ണാറ് പറയുന്ന സമയത്ത് നമുക്ക് വിശ്വാസവും അന്ധവിശ്വാസവും ഒന്ന് പറയാം. എന്താ വിശ്വാസം, എന്താ അന്ധവിശ്വാസം? സ്ക്രീനിൽ ആയത്ത് കാണുന്നുണ്ടോ നിങ്ങൾ? ذلك بأن الله هو الحق وأنه يحيي الموتى وأنه على كل شيء قدير. എന്താ അർത്ഥം? വായിക്കാൻ കഴിയുന്നുണ്ടോ? അത്രയും വലിയ കണ്ണ് നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്നാണ് ഞാനും വിചാരിക്കുന്നത്. പിന്നെ അള്ളാഹു സത്യമാണ്, അവൻ യാഥാർത്ഥ്യമായുള്ളവനാണ്, അവനാണ് യാഥാർത്ഥ്യമായുള്ളവൻ. ഒന്ന് അടുത്ത ആയത്ത്, 8ാമത്തെ ആയത്ത് ഒന്ന് കാണിച്ചു കൊടുക്കും. കുറച്ച് സ്ക്രോൾ ചെയ്താല് 8ാമത്തെ ആയത്ത്. ഓക്കെ, അത് മതി. وَمِنَ النَّاسِ مَن يُجَادِلُ فِي اللَّهِ بِغَيْرِ عِلْمٍ وَلَا هُدًى وَلَا كِتَابٍ مُنِيرٍ. എന്തായത്? وَمِنَ النَّاسِ مَن يُجَادِلُ فِي اللَّهِ بِغَيْرِ عِلْمٍ وَلَا هُدًى وَلَا كِتَابٍ مُنِيرٍ. അതായത് അള്ളാഹുവിന്റെ കാര്യത്തിൽ, ദൈവികമായ കാര്യത്തിൽ 3 കാര്യങ്ങൾ നമുക്ക് ഉണ്ടാവണം. ഒന്ന് ഖുർആൻ പറയണം, വേറൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, വേറൊന്ന് സയന്റിഫിക് ആയിട്ട് തെളിയിക്കണം. ഇത്രയും വിശ്വാസങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വിശ്വസിക്കാൻ പറ്റുള്ളൂ. സയന്റിഫിക് ആയിട്ട് തെളിയിക്കുക എന്ന് പറഞ്ഞാൽ ഖുർആനെതിരായിട്ടുള്ള ഒന്നും ഇവിടെ വരൂല, സയൻസിൽ വരൂല. അതാദ്യം മനസ്സിലാക്കാം. ഖുർആനെതിരായിട്ടുള്ളതൊന്നും സയൻസിൽ വരൂല. പക്ഷെ പലപ്പോഴും നമ്മളുടെ നാട്ടില് അന്ധവിശ്വാസം പ്രചരിക്കാനുള്ളൊരു കാരണം എന്താണെന്നറിയോ? എന്താ? നമ്മുടെ നാട്ടിലൊക്കെ എന്തെങ്കിലും അന്ധവിശ്വാസം ഉണ്ടാവില്ലേ? ഇല്ലാത്ത ആൾക്കാരൊന്നല്ലല്ലോ. ഭയങ്കര തോന്നിയിട്ടുള്ള നാട്ടിൽ നമ്മൾ വരുന്നത് ആണോ? അല്ല, പലതരത്തിലുള്ള അന്ധവിശ്വാസം ഉണ്ടാവും. ഈ അന്ധവിശ്വാസം പ്രചരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അനുഭവങ്ങളാണ്. ഇപ്പൊ ഞാൻ പറയാ, നിങ്ങളുടെ മനസ്സ് വായിക്കാൻ എനിക്ക് പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമല്ലേ? ഇല്ലല്ലോ. ഞാന് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ എനിക്ക് പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമല്ലേ? ഉറപ്പല്ലേ? എനിക്ക് ഒരു ബോയിനൊന്നും കൂടെ കിട്ടും, ഒരാള്. ഇത്രയും ബോയ്സ് ഇവിടെ ഉണ്ടായിട്ട് ആരെങ്കിലും ഒരാളൊന്ന് ഒരു 1 മുതൽ 60 വരെ എണ്ണാൻ അറിയുന്ന ആരെങ്കിലും ഒരാളൊന്നും ഇങ്ങോട്ട് വരണം. ഒരാൾ വന്നാൽ മതി. ആർക്കും വരാം. ഇവിടെ എന്തായാലും നാണം കെടുത്തി വിടൂല, പേടിക്കണ്ട. 3 പേരെ എണ്ണ. അതിന്റെ ഇടയ്ക്ക് ബോയ്സ് വന്നിട്ട് തയ്യാറായി നിൽക്കുന്ന ഗേൾസ് ആരെങ്കിലും ഉണ്ടാവില്ലേ? കുഴപ്പമില്ലല്ലോ. ഓക്കെ, 1 2 3. നീ 1 മുതൽ 60 വരെയുള്ള നമ്പർ ആലോചിക്കുക. എനിക്ക് മുമ്പ് നമ്മൾ കണ്ട് പരിചയമുണ്ട്, ഇല്ലല്ലോ. പിന്നെ ഇവനെ മാറ്റണം. ഞാനിവന് കണ്ട് പരിചയമുള്ളതാണ്. ഇവനെ മാറ്റണോ? ഇന്ന് നമ്മൾ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ടിട്ടില്ല. ഓക്കെ, മാറ്റണ്ടല്ലോ, വേണ്ട. ഓക്കെ, 1 മുതൽ 60 വരെ നമ്പർ വിചാരിച്ചോ? ഇതിലുണ്ടോ? ഉണ്ട്, ഉറപ്പല്ലേ? ഇതിലുണ്ടോ? ഇല്ല. ഇതിലുണ്ടോ? ഇതിലോ? ഉണ്ട്. ഓക്കെ, ഇതിലോ? ഉണ്ട്. ഇതിലോ? ഇല്ല. ഉറപ്പാണ്. ഇതുവരെ പറഞ്ഞു തെറ്റിപ്പോയിട്ടില്ലല്ലോ അല്ലേ? ഈ തെറ്റി കഴിഞ്ഞാൽ പണിയാക്കും. എന്റെ കണ്ണിലൊക്കെ നോക്ക്, നല്ലോണം നോക്ക്. ആ നമ്പർ മാത്രം ആലോചിച്ചോ.
ആലോചിച്ചില്ല? ഏ എന്റെ കണ്ണിലേക്ക് മാത്രം നോക്ക്. ഓക്കെ, ഈ മൂന്നെണ്ണത്തിലല്ലേ ഉള്ളൂ? ഒന്നുകൂടി നോക്കിക്കോ. ഈ മൂന്നെണ്ണത്തിലില്ലല്ലോ. കൺഫേം ചെയ്യണേ. ഓക്കെ, 56. നിങ്ങൾ പറഞ്ഞില്ലേ? ഇപ്പൊ ഞാൻ പറയാം എന്റെ മനസ്സ് എനിക്ക് വായിക്കാൻ പറ്റുന്ന നിങ്ങൾ വിശ്വസിക്കുമോ? ഞാൻ അവിടെ എഴുതിയില്ലേ? എന്ത് സംശയമുണ്ടോ? നീ അവിടെ പോയിരുന്നോ? ഒരാളും കൂടി, ഒരു ഗേളും കൂടി വന്നു. ഗേളിന് പേരെന്താ? സഹലിന് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഉറപ്പാണ്, കൺട്രോൾ ചെയ്യാൻ പറ്റും. വിശ്വാസം ഉണ്ടോ? സംശയമുണ്ടോ? സംശയമുണ്ട്. നിന്റെ കയ്യിൽ പേപ്പർ ഞാൻ തന്നില്ല. ആ പേപ്പർ അവസാനം വരെ പോയില്ലേ? അവസാനം വരെ പോയില്ലേ? പോകുന്നുണ്ടല്ലോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് കണ്ണടിച്ച്. ആ പേപ്പർ കറക്റ്റ് ആയിട്ട് താഴെ വരെ കീറാനുള്ള എല്ലാ കഴിവും ഞാനെടുത്ത് ഒഴിവാക്കാൻ പോവാണ്. കണ്ണടക്കി. എല്ലാ കഴിവും ഞാനെടുത്ത് ഒഴിവാക്കാൻ പോവാണ്. ഇനി ഞാൻ പേപ്പർ തരുന്ന സമയത്ത് മോൾക്ക് താഴെ വരെ അത് കീറാൻ കഴിയൂല. ഇടയ്ക്കിടയ്ക്ക് തെറ്റിപ്പോകും. കണ്ണോർന്നു കീറിക്കോ. ധൈര്യം കീറിക്കോ. ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കണോ? മേലെ മുതൽ താഴെ വരെ നേരെ കീറ്. അടിച്ചു വരില്ലല്ലേ അവിടെ? നിങ്ങളുടെ സൈഡിലേക്ക് പോകണം. ഓക്കെ, കണ്ണുകൂട്ടിക്കോ. പേടിച്ചോ? കണ്ണുകൂട്ടിക്കോ. ഞാനത് കീറാനുള്ള കഴിവ് തിരിച്ചു തരികയാണ്. മേലെ മുതൽ. ശരി, ഒരാൾക്ക് കഴിവ് നൽകാനും ഒരാളുടെ കഴിവ് ഇല്ലാതെയാക്കാനും എനിക്ക് പറ്റും. വിശ്വാസമാണോ അന്ധവിശ്വാസമാണോ? ഇപ്പൊ കണ്ടതെന്താ? ഞാനേ രണ്ടാമത്തേന്റെ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തേന്റെ ഞാൻ പറഞ്ഞുതരൂല. ഓക്കെ, രണ്ടാമത്തേന്റെ ഞാൻ പറഞ്ഞുതരാം. ഏത് ന്യൂസ് പേപ്പറും മേലെന്ന് താഴോട്ടാണ് നമ്മൾ കീറുന്നതെങ്കിൽ ഒന്ന് കൊടുത്തത് ഇങ്ങനെയാണ്, ഒന്ന് കൊടുത്തത് ഇങ്ങനെയുള്ളതാണ്. അപ്പോ ഏത് പേപ്പർ ആണെങ്കിലും അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ മേലെന്ന് താഴോട്ടുള്ളതാണ് ഇങ്ങനെ കീറാൻ പറ്റും. രണ്ടാമത്തത് കൊടുത്ത പേപ്പർ എന്ത് ചെയ്യാൻ പറ്റില്ല, കീറാൻ കഴിയൂല. അതെങ്ങനെ കളിച്ചാലും ഈ ലെവലില് വരുള്ളൂ. അപ്പം ഇതാണ് വിശ്വാസവും അന്ധവിശ്വാസവും തമ്മിലുള്ള ഒരു വ്യത്യാസം. ഒന്നാമതറിയുക, ഈ ആളുകൾ കാണുന്ന സമയത്ത് വിചാരിക്കും പടച്ചോൻ ഇതെന്തോ വലിയ സംഭവമാണ്. പക്ഷെ ചില ആൾക്കാർ പറയും അനുഭവങ്ങളാണ് അതിലൂടെ ഉണ്ടാകുന്നത് എന്നാണ്. ഇപ്പൊ ചോദിച്ച ചോദ്യം കണ്ണേറ് തട്ടുമോ എന്നുള്ളതാണ്. കണ്ണേറ് നമുക്ക് ഉണ്ടാകുമോ എന്നുള്ളതാണ്. കണ്ണേറ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചില ആൾക്കാർ എന്ത് ചെയ്യും, കുട്ടികൾക്ക് ഇവിടെ പൊട്ടിട്ട് കൊടുക്കും. കണ്ടില്ല നിങ്ങള്? ഇവിടെ പൊട്ടിട്ട് കൊടുക്കും. അതെന്തിനാ? കണ്ണേറ് തട്ടാതിരിക്കാനാണ്. അപ്പൊ ശരിക്കും യഥാർത്ഥത്തില് കണ്ണേറ് തട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഖുർആനിൽ തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനെന്തില്ല, തെളിവില്ല. അത് നമ്മളെ ഒരു രീതിയിലും ബാധിക്കൂല. അതൊക്കെ ഇതേപോലത്തെ ചില ഗിമ്മിക്കുകളാണ്. പിന്നെ ഒരു ആയത്ത് പറയുന്നത് യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ മക്കളോട് സൂറത്ത് യൂസുഫിലെ 67-ാമത്തെ ആയത്ത്, വഖാല യാ ബനിയ ലാ തദ്ഖുലു മിൻ ബാബി വാഹിദിൻ വദ്ഖുലു മിൻ അബ്വാബിൻ മുതഫരിഖ, വ്യത്യസ്തമായ വാതിലുകളിലൂടെ നിങ്ങൾ പ്രവേശിക്കണം എന്ന് പറഞ്ഞത് അത് കണ്ണേറ് തട്ടാനുള്ള ഒരു അടയാളമായിട്ട് പല ആൾക്കാരും പറഞ്ഞിട്ടുള്ളതാണ്. യഥാർത്ഥത്തിൽ എന്തുണ്ടാവില്ല, ആ രീതിയിൽ കണ്ണേറ് തട്ടൂല. നിങ്ങൾ ആലോചിച്ചൊക്കെ പല ആളുകളും വീട് ഉണ്ടാക്കുന്ന സമയത്ത് അതിന്റെ മേലെ എന്ത് ചെയ്യും, ഒരു സാധനം വെക്കൂലേ, അതിനിവിടത്തെ പറയാ സാധനം മനസ്സിലായോ? ഒരു സംഗതി ഇങ്ങനെ തൂക്കിയിടൂലേ, അതിനെന്താ പറയാ? നോക്കുകുത്തി കേട്ടിട്ടില്ല നിങ്ങള്? ഈ നോക്കുകുത്തി വെക്കും. അതെന്തിനാ നോക്കുകുത്തി വെക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് പറയുന്നത് കണ്ണേറ് തട്ടാതിരിക്കാനാണ് എന്നാണ്. അപ്പൊ ഖുർആനിൽ നമുക്ക് നിന്ന് തെളിവ് കണ്ടെത്താൻ പറ്റൂല. അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്നും നമുക്ക് കണ്ണേറ് തട്ടും എന്നുള്ളതിന് ഒരു തെളിവ് കണ്ടെത്താൻ പറ്റൂല. അപ്പൊ നമുക്ക് ഏത് രീതിയിലും ആളുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടേണ്ട. പക്ഷെ അസൂയ എന്താവും? അവൻ ശരി, ഹാസിദിൻ ഇദാ ഹസദ്. അസൂയ എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ ഇംഗ്ലീഷാ ജലസി. അസൂയ എന്ന് പറഞ്ഞാൽ എന്താ? എനിക്കുണ്ടാകുന്ന ഒരു ഉയർച്ച, എന്തെങ്കിലുമൊക്കെ ഒരു ഉയർച്ച ഉണ്ടാവുമല്ലോ, അത് പോയി കിട്ടാൻ വേണ്ടി ആരെങ്കിലും ശ്രമിക്കുന്നതിനാണ് എന്ത് പറയാ? അസൂയ എന്നറിയാം. വമിൻ ശരി ഹാസിദിൻ, ഒന്ന് ആയത്തിന്റെ ബാക്കി പറഞ്ഞേ, വമിൻ ശരി ഹാസിദിൻ ഇദാ ഹസദ്, വമിൻ ശരി ഹാസിദിൻ ഇദാ ഹസദ്. അപ്പോ ഈ കണ്ണേറ് അങ്ങനെയുള്ള സംഗതികൾ നമ്മളെ ബാധിക്കുന്ന സംഗതികളല്ല എന്നുള്ളതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. എന്തെങ്കിലും ക്ലിയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എന്തെങ്കിലും സംശയമുണ്ടോ?